വിസ്മയ വരുമെന്ന് എനിക്കറിയായിരുന്നു. വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണ്ടേ? ഞാൻ ഉദ്ദേശിച്ചത്, വിസ്മയ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണല്ലോ. മറ്റാരേക്കാളും പെട്ടെന്ന് കാര്യങ്ങൾ വിലയിരുത്താനും പോസിറ്റീവായിട്ടൊരു തീരുമാനം എടുക്കാനും പറ്റുമെന്നറിയാം. അതുകൊണ്ടാണ് വിസ്മയ വരുമെന്ന് എനിക്ക് പ്രതീക്ഷയുണ്ടായത്. അതുകൊണ്ടാണ് 2 ദിവസം കൂടി ഞാനിവിടെ തങ്ങാൻ തീരുമാനിച്ചത്. വിസ്മയ്ക്ക് കുടിക്കാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യട്ടെ? ഒന്നും വേണ്ട, താങ്ക്സ്. വിസ്മയുടെ ഒരു ഫോൺ കോളാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ നേരിട്ട് വന്നപ്പോൾ കൂടുതൽ സന്തോഷമായി. സോറി മാഡം, ഫോൺ ചെയ്ത് കാത്തിരിക്കാനൊന്നും എനിക്ക് സമയമില്ല. എനിക്ക് പണം വേണമായിരുന്നു. അതിനെന്താ, പണം ഞാൻ ഇവിടെ തന്നെ കരുതി വെച്ചിട്ടുണ്ട്. വിസ്മയ്ക്ക് ഇപ്പൊ തന്നെ കൊണ്ടുപോകാം. ശിവ, ചേച്ചി, ഈ ക്യാഷ് ഞങ്ങൾ തരുമ്പോ നമ്മൾ പരസ്പരം ഒരു എഗ്രിമെന്റ് കൂടി എഴുതി ഒപ്പിടേണ്ടി വരും. കാരണം നമ്മൾ അപൂർവമായി നടക്കുന്ന ഒരു വലിയ കരാറിലാണ് ഏർപ്പെടുന്നത്. നാളെ വിസ്മയുടെയോ എന്റെ മകന്റെയോ ഫ്യൂച്ചറിനെ ബാധിക്കാതിരിക്കാനാ ഇങ്ങനെ ഒരു എഗ്രിമെന്റ്. പ്രത്യേകിച്ച് അവിവാഹിതയായ വിസ്മയുടെ ലൈഫിൽ ഇതൊരു ബാധ്യതയാവരുത്. വായിച്ചു നോക്ക്. പ്രധാനമായി 2-3 കാര്യങ്ങളായി കരാറിലുള്ളത്. സ്വന്തം ഗർഭപാത്രത്തിൽ കുഞ്ഞു രൂപപ്പെട്ട് പ്രസവിച്ച് നൽകുന്ന 10 മാസം കഴിയുമ്പോൾ ഈ കരാറിൻ പ്രകാരം വിസ്മയുടെ ഉത്തരവാദിത്വം അവസാനിക്കും. പിന്നെ ഇന്ദീവരത്തിൽ മഹേശ്വരി അമ്മയുടെ മകന്റെ കുഞ്ഞിലോ സ്വത്തിലോ വിസ്മയ്ക്ക് ഒരു അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. പ്രസവിച്ച് നൽകുന്ന കുഞ്ഞിനെ ഒരിക്കൽ പോലും വിസ്മയെ കാണാൻ ശ്രമിക്കരുത്. ഒപ്പം മകന്റെ കുഞ്ഞ് വിസ്മയുടെ വയറ്റിൽ വളരുമ്പോൾ വിസ്മയ മഹേശ്വരി അമ്മയുടെ കെയറിൽ അവർ നിർദ്ദേശിക്കുന്ന സ്ഥലത്തുമായിരിക്കും. ഗർഭധാരണ സമയത്ത് എപ്പോഴും സന്തോഷവതിയായിരിക്കാനും നല്ല ഭക്ഷണവും താമസവും അനുഭവിക്കാനും വിസ്മയ മഹേശ്വരി കുഞ്ഞമ്മ നിർദ്ദേശിക്കുന്ന ഡോക്ടർമാരുടെ പരിശോധനയ്ക്ക് വഴങ്ങാനും തയ്യാറായിരിക്കണം. പിന്നെ ഒരു കാരണവശാലും ഈ കരാറും ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തികളും നമ്മൾ 3 പേരും അല്ലാതെ മറ്റാരും അറിയാൻ പാടില്ല. പ്രത്യേകിച്ചും ഡോക്ടർ അന്ന കുര്യൻ. നമ്മൾ തമ്മിലുള്ള ബന്ധവും ഈ കരാറും അറിയാൻ പാടില്ല. അവളെ ഞാൻ ഓവർടേക്ക് ചെയ്ത് വിസ്മയെ വളച്ചെടുത്തു എന്ന് തോന്നാതിരിക്കാനാ. ഞാൻ എവിടെ ഒപ്പിടേണ്ടത്? നിങ്ങൾ എന്നെ സ്വന്തം മകളെപ്പോലെ കാണുന്നു എന്ന് പറഞ്ഞ വാക്കിലാണ് എന്റെ വിശ്വാസം. എനിക്കിപ്പോ കാശാണ് വേണ്ടത്. ഈ ഒപ്പിടുന്നതിന്റെ ഒരു കോപ്പി എനിക്ക് പിന്നീട് തന്നാ മതി. താങ്ക് യു മോളെ. ഇനി ഈ ക്യാഷ് കൊണ്ടുപോയി ബാധ്യതകൾ തീർക്കാം. വി വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ശിവ ചേച്ചി,
പോവാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.